ഹസ്ബൻഡ് നിങ്ങളെടുത്ത് പറയുകയാണ്, എനിക്ക് നിന്നെ വെറുപ്പാണ്, ഐ ഹേറ്റ് യു, എനിക്ക് നിന്നോട് വെറുപ്പെന്ന് പറഞ്ഞാൽ വെറുത്ത് പണ്ടറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ, ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥയെ നിങ്ങൾ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ അയാൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനലിൽ പ്രധാനമായിട്ടും സൈക്കോളജി വീഡിയോസ് മാത്രമാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. എവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ ഭയങ്കര ആക്റ്റീവായിട്ട് എന്താ പറയുക പ്രതിരോധിക്കാനായിട്ട് നിൽക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. എന്താണ് ഇങ്ങനെ പറയാനുള്ളൊരു കാരണം എന്നുണ്ട്. കാരണം ചില ഭർത്താക്കന്മാരുണ്ട്, എല്ലാ കാര്യങ്ങളും പറയും, ഗംഭീരമായിട്ട് പറയും, ചിലപ്പോൾ ചെയ്യില്ല. ഈ എന്താ പറയുക, കുരയ്ക്കും പട്ടി കടിക്കില്ല എന്ന് പറയുന്നില്ല, അങ്ങനെയുള്ള ചില കെട്ടിയന്മാരുണ്ടായിരിക്കും. ഒരുപാട് പറയും പക്ഷെ ഒന്നും ചെയ്യത്തില്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ ഏതിൽപ്പെട്ട ആളാണ് നിങ്ങളുടെ ഭർത്താവ് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചിരിക്കണം. അതായത് ഇങ്ങനെ പറഞ്ഞ പോലെ ചെയ്യുന്നതാണോ. അപ്പോൾ നിങ്ങൾ വെറുക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഒരു 1-2 ദിവസം കഴിയുന്നവരേക്കോ അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുന്നവരേക്കോ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. എന്നതിന് ശേഷം ഇയാളുടെ സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ നിരീക്ഷിക്കുക. അതായത് നിങ്ങൾ ആ വ്യക്തി വെറുക്കുന്നു എന്ന് പറഞ്ഞിട്ടും അയാൾ നോർമലായിട്ടാണ് അടുത്ത ദിവസം മുതൽ ബിഹേവ് ചെയ്യുന്നത്, നിങ്ങളെടുത്ത് പെരുമാറുന്നതെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇങ്ങനെ ചുമ്മാ വിടുവായ മാത്രമേ ഉള്ളൂ, പറയുക മാത്രമേ ഉള്ളൂ, കാര്യമൊന്നും പ്രവർത്തിക്കില്ല, അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് നിങ്ങൾ അയാൾ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അന്ന് തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും, ചിലപ്പോൾ അടിച്ച് പിരിയും അല്ലേ, 2 വഴിക്കാവും, 2 പാത്രത്തിലാവും എന്ന് പറയുന്ന പോലെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക, ഒന്ന് ക്ഷമയോടെ കാത്തിരിക്കുക. കാരണം ഇങ്ങേര് ഈ പറഞ്ഞ കാര്യം പ്രാക്ടിക്കലി ചെയ്യുന്നുണ്ടോ, പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് നിരീക്ഷിക്കണം. അത് നിരീക്ഷിച്ചതിന് ശേഷം മതിയല്ലോ നിങ്ങൾ കാട് കയറി ചിന്തിക്കുന്നത്. അപ്പോൾ ഇങ്ങേര് ചുമ്മാ ഒരു ദേഷ്യത്തിന്, ഒരു ആവേശത്തിന്, ഒരു ഓളത്തിൽ തട്ടിവിട്ടതായിരിക്കും. ആ ഹേറ്റ് എനിക്ക് നിന്നെ വെറുപ്പാ എന്ന് പറയുന്നൊരവസ്ഥയിൽ ചിലപ്പോൾ ആ ദേഷ്യത്തിൽ ആ ഒരു മൊമെൻറ്റിൽ മാത്രം പറഞ്ഞതായിരിക്കും. അത് പ്രാവർത്തികമാക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമില്ല. ഐ ഹേറ്റ് യു എന്ന് അയാൾ പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലുള്ളൊരു സൈക്കോളജി എന്താ, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വെറുക്കാൻ താല്പര്യമില്ല, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നിന്നെ എനിക്ക് വേണം, പക്ഷേ നീ ഇങ്ങനെ ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ നീ അങ്ങനെ ഒരു കാര്യം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നീ ഒരു തെറ്റ് ചെയ്തുകൊണ്ട് ഐ ഹേറ്റ് യു, ഞാൻ നിന്നെ വെറുക്കുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം അയാൾക്ക് വെറുക്കാൻ താല്പര്യമില്ല, പക്ഷേ നീ ഇത് ചെയ്തതുകൊണ്ട് നിന്നെ ഞാൻ വെറുക്കുന്നു എന്നുള്ള അർത്ഥമാണ്. വെറുക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെയാണ് വെറുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും ഇതൊരു വിടുവായത്തം മാത്രമാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ എടുത്ത് ചാടി നിങ്ങൾ പെരുമാറാൻ ശ്രമിക്കരുത്. ഓവർ ആക്റ്റീവായിട്ട് നിങ്ങൾ അഗ്രസീവായിട്ട് അയാളെ അടുത്ത് കയറിയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ടാണ് പോകുന്നത്, അയാൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു, കൃത്യമായിട്ട് അയാൾ വെറുപ്പുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ അയാൾ വെറുപ്പ് ശരിക്കും കാണിക്കുന്നുണ്ട്, അത് പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ നിങ്ങൾ ആക്ട് ചെയ്യേണ്ട സമയമായി. നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ ആക്ട് ചെയ്യാന്ന് പറയുന്ന സമയത്ത് അങ്ങനെ കയറി അടിച്ചിടിച്ച് പരിപ്പ് പപ്പടാക്കി മാറ്റുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊന്നല്ല പറയുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണം. എങ്ങനെ എഗ്രിമെൻറ്റ്? നമ്മളിപ്പോൾ വഴക്ക് കൂടുകയാണെങ്കിൽ ശരി, നമ്മൾ തർക്കിക്കുന്ന സമയത്താണെങ്കിലും ശരി, നമ്മൾ ഒരു ലിമിറ്റ് വിട്ട് പെരുമാറില്ല. അതായത് എങ്ങനെ പറയാം, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാനും ക്ഷമിക്കാനും പുറത്തു കൊടുക്കാനും പറ്റുന്ന കാര്യങ്ങളെ മാത്രം, ചീത്തകൾ മാത്രമേ, തെറികൾ മാത്രമേ ഞങ്ങൾ ഉപയോഗിക്കൂ എന്നുള്ള രീതിയിൽ ഒരു നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്ന സമയത്ത്, പൊട്ടിത്തെറിക്കുന്ന സമയത്തല്ല, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു നല്ല ഒരു മയത്തിൽ നിൽക്കുന്ന സമയത്ത്, സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളതൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഉടമ്പടി, നിങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ധാരണയിൽ എത്തുക എന്ന് പറയും. അതായത് ദേഷ്യം വന്നാലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിലും അടിപിടി ബഹളാണെങ്കിലും ശരി, നിങ്ങൾ സംസാരിക്കുന്ന വാക്കുകൾക്ക് ഒരു ലിമിറ്റേഷൻ വേണം. എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാനും ക്ഷമിക്കാനും പറ്റാവുന്ന വാക്കുകൾ മാത്രം ഉപയോഗിച്ചിട്ട് മാത്രം വഴക്ക് കൂടുക എന്നുള്ളൊരു നിലയിലേക്ക് നിങ്ങൾ എത്തുക. അതാണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. വഴക്ക് എന്ന് പറയുന്ന സാധനത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ വെറുപ്പുണ്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒന്ന് ക്ഷമിച്ചിരിക്കുക. എന്നിട്ട് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു കരാറിലേക്ക് എത്താൻ ശ്രമിക്കുക. കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ തന്നെ അങ്ങനെ ഒരു കരാറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 2 പേരും വഴക്ക് കൂടുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യം ഓർമ്മ ഉണ്ടായിരിക്കും. എന്താണ്, അന്ന് നമ്മൾ വഴക്ക് കൂടുമ്പോൾ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ക്ഷമിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാവൂ. വായ തോന്നി ഇതെല്ലാം വിളിച്ച് പറയാനുള്ള ഒരു അവസരമായിട്ട് എടുക്കരുത് എന്നുള്ളത് നിങ്ങൾ അന്ന് ആ ഒരു എഗ്രിമെൻറ്റ്, ആ ഒരു ഉടമ്പടി, ആ ഒരു കരാറിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ അതിനെ ഇങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടതെന്നാണ് ഒന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അയാൾ വെറുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ചാടിക്കറി അറ്റാക്ക് ചെയ്യാൻ പോകാതെ നിങ്ങൾ ക്ഷമയോടെ നിന്നിട്ട് രണ്ടാമത് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ,
ക്ഷമയോടെ നിങ്ങൾ കേൾക്കുക, അതോടൊപ്പം തന്നെ കുറച്ച് ദയ കാണിക്കുക എന്നുള്ളതാണ്. എങ്ങനെ ദയ കാണിക്കുക എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വഴക്കുകൂടി അല്ലെങ്കിൽ നിങ്ങൾ വെറുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ആ പ്രശ്നത്തിൽ നിന്ന് മാറ്റി വയ്ക്കുക. അതായത് ആ പ്രശ്നത്തെ നിങ്ങളെടുത്ത് ഇപ്പോൾ കൈകാര്യം ചെയ്യാൻ നിൽക്കേണ്ട, ആ പ്രശ്നത്തെ അങ്ങ് മാറ്റി വയ്ക്കുക. എന്നതിന് ശേഷം എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ചെയ്തത് എന്നുള്ളതിൻ്റെ, അതായത് നമ്മൾ പറയും അസുഖത്തെ അല്ല അസുഖ കാരണത്തെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് എന്ന് പറയാറുണ്ട് അല്ലേ. എന്ന് പറയുന്ന പോലെ എന്താണ് പ്രശ്നം എന്നുള്ളതല്ല, ആ പ്രശ്നം എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ എന്തെങ്കിലും ഒരു തെറ്റുകൊണ്ടാണ് അയാൾ ദേഷ്യപ്പെടുന്നത് അല്ലെങ്കിൽ അയാൾക്ക് വെറുപ്പ് തോന്നിയതെങ്കിൽ അതിനെയാണ് നമ്മൾ മറികടക്കാൻ ശ്രമിക്കേണ്ടത് അല്ലേ. എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കണം. അത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് വോയിസ് ഒന്നുമില്ല, നിങ്ങൾ തിരിച്ച് ചൂടായിട്ട് വർത്തമാനം പറഞ്ഞിട്ടോ കാര്യമില്ല, കാരണം നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. ഇനി നിങ്ങളുടെ ഭാഗത്തല്ല തെറ്റെങ്കിൽ പോലും നിങ്ങൾ ആ ക്ഷമയോ കാണിച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ഒന്ന് സംസാരിച്ച് നോക്കുക. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെ ഞാൻ മാനിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് വെറുപ്പ് തോന്നുന്നതിനുള്ള കാരണം മനസ്സിലാവുന്നുണ്ട്. കാരണം ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു ഫീലിംഗ് ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ഒരു വികാരത്തെ ഞാൻ മനസ്സിലാക്കുന്നു എന്നുള്ളത് നിങ്ങൾ സംസാരിക്കുക. അതായത് അയാളെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളത് അയാൾക്ക് തോന്നണം. അതായത് അയാളുടെ മനസ്സിലുള്ള എന്ത് വികാരം കൊണ്ടാണ് അയാളിപ്പോൾ നിങ്ങളെ വെറുക്കുന്നു എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് അയാളെ അറിയിക്കുക. എന്നതിന് ശേഷം ഇങ്ങനെ പറയുക, നിങ്ങൾക്ക് എന്നെ വഴക്ക് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞാൽ, എന്നെ ചീത്ത പറഞ്ഞാൽ, എന്നെ അടിച്ചാൽ നിങ്ങൾക്ക് സമാധാനം കിട്ടുകയുള്ളെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾക്ക് അതാണ് സമാധാനം കിട്ടുന്നതെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ചെയ്യുമ്പോഴാണ് സന്തോഷവും സുഖവും കിട്ടുന്നതെങ്കിൽ ചെയ്തോളൂ, ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടെങ്കിൽ മിക്കവാറും ഭർത്താക്കന്മാർക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ തോന്നത്തില്ല. കാരണം എന്താ, നമ്മൾ തന്നെ അങ്ങോട്ട് കീഴടങ്ങി കൊടുത്തു. എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ പേട്ടനറിയാം, അല്ലെങ്കിൽ ഇക്കാക്കെ അറിയാം. അപ്പോൾ പിന്നെ നിങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഏട്ടനെ എന്നെ വഴക്ക് പറയണമെന്നാണ് തോന്നുന്നത് വെച്ചാൽ വഴക്ക് പറഞ്ഞോളൂ, ഞാൻ കേട്ടിരിക്കാം, കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ്. ആ രീതിയിൽ നിങ്ങളെക്കുറിച്ച് റൊമാൻറ്റിക് ആയിട്ടുള്ള ആ രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ, നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്, നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ സംസാരിക്കുമ്പോൾ മിക്കവാറും ആ ഭർത്താവിന് ചൂടാവാൻ തോന്നത്തില്ല. നമ്മൾ ഓപ്പോസിറ്റായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് മാത്രമായിരിക്കും നമുക്ക് അതിനെ അറ്റാക്ക് ചെയ്യണം, നമുക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യണം എന്നുള്ളൊരു മൂഡ് വരുന്നത്. മറ്റാൾ കീഴടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, നമുക്ക് ഫൈറ്റ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് പോയില്ലേ. മറ്റാൾ കീഴടങ്ങി കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നിങ്ങൾ ചുമ്മാ കീഴടങ്ങുന്ന പോലെ കാണിച്ചു കൊടുക്കുക. അതോടുകൂടി ഫ്ലാറ്റ് ഉസ്താദ് ഫ്ലാറ്റ് എന്ന് പറയുന്ന പോലെ പിന്നെ മിക്കവാറും ആ വ്യക്തിക്ക് നിങ്ങളെടുത്ത് തർക്കിക്കണം അല്ലെങ്കിൽ വഴക്ക് കൂടണം എന്നുള്ളൊരു തോന്നൽ വരില്ല. നിങ്ങളെ വെറുക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വേർഡ്സ് യൂസ് ചെയ്യുന്നതൊക്കെ കുറഞ്ഞു പോകും എന്നുള്ളതാണ് സത്യം. എന്താണ് അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തോറ്റ് കീഴടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആക്രമിക്കണം. അതായത് ശവത്തെ പിന്നെയും തല്ലാൻ ആർക്കും താല്പര്യമില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ കീഴടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഡെഡായ ഒരു അവസ്ഥയാണ്. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അയാളുടെ ആ ഒരു അവസ്ഥ, അതായത് അയാളുടെ ദേഷ്യം വികാരം, അയാളുടെ ഈ ഒരു വെറുപ്പ് എന്ന് പറയുന്നതിനെ കുറയ്ക്കാൻ കാരണമാകും എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ദാമ്പത്യത്തിൽ വെറുപ്പ് കടന്നു കൂടുന്നതിനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ആ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സെക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടുജോലികളായിരിക്കാം, അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങൾ, അതായത് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ഈ വെറുപ്പിനുള്ള കാരണം. അപ്പോൾ എന്താണ് ആ വെറുപ്പിനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ആ സാധനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തരുത്. അതായത് ഭർത്താവിൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഇത് പറഞ്ഞ് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കരുത്, റിമൈൻഡ് ചെയ്യരുതെന്ന് പറയും. അതായത് അന്ന് അങ്ങനെ നടന്നില്ല, അന്ന് ഇങ്ങനെ നടന്നില്ല, അന്ന് അതായിരുന്നില്ല അവസ്ഥ, അന്ന് ഇതായിരുന്നില്ല അവസ്ഥ, അന്ന് നിങ്ങൾ അങ്ങനെയല്ലേ ചെയ്തത്, അന്ന് നിങ്ങൾ ഇങ്ങനെയല്ലേ ചെയ്തത്, ഇത് പറഞ്ഞുകൊണ്ടിരിക്കരുത്. അതായത് പാസ്റ്റിൽ നടന്ന നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ കറുത്ത അധ്യായങ്ങൾ നിങ്ങൾ ഓപ്പൺ ചെയ്യരുത്. അത് കഴിഞ്ഞു. പാസ്റ്റിൽ വേണ്ടാത്തതും നമുക്ക് ഇഷ്ടപ്പെടാത്തതും നമുക്ക് എന്താ പറയുക ഓർക്കാൻ ആഗ്രഹിക്കാത്തതായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഓർത്ത് പുറത്തെടുത്തിട്ട് അത് ഇങ്ങേർക്കും കൂടി ഇട്ട് കൊടുക്കും, ഇങ്ങേരുടെ മുമ്പിൽ കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ പിന്നെ ഇങ്ങേർക്ക് എന്ത് തോന്നും? വെറുപ്പല്ലേ തോന്നുള്ളൂ. അപ്പോൾ അങ്ങനെ വെറുക്കുന്നൊരവസ്ഥയ്ക്ക് ഈ പഴയ കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും പാസ്റ്റിൽ നടന്ന നമുക്ക് ഇഷ്ടപ്പെടാത്ത ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ വലിച്ചിഴക്കരുത്. നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളുടെ പ്രസൻറ്റ് സ്റ്റേജിലേക്ക് നിങ്ങളതിനെ വലിച്ചിഴക്കരുത് എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത്. മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, പല ഫാമിലിയിലും ഭാര്യയും ഭർത്താവും ഒരേപോലെ ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരേ ജോലി ആകണമെന്നില്ല, രണ്ട് ജോലിയായിരിക്കാം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താ, ഭാര്യയ്ക്ക് കുറച്ച് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഭർത്താവ് അത്ര ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഭാര്യ കുറച്ച് അഹങ്കാരം കാണിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ കുറച്ച് ഈ വീട്ടിൽ ഞാനാണ് സൂപ്പർ, ഈ വീട്ടിൽ ഞാനാണ് വരുമാനം ഉണ്ടാക്കുന്നത്, നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്നുള്ളൊരവസ്ഥ ഈ ഭാര്യയുടെ മനസ്സിലുണ്ടെങ്കിൽ, ആ ഒരു അഹങ്കാരം അത് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ വെറുപ്പ് തുടങ്ങും. അങ്ങനെ വെറുപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഉണ്ടാക്കരുത്. അതായത് ഈ എന്താ പറയുക, അങ്ങേരെ ഇപ്പോൾ കുറച്ച് പൈസ ഉണ്ടാക്കുന്നുള്ളൂ, നിങ്ങൾ കുറച്ച് കൂടുതൽ പണം ഉണ്ടാക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ പൊങ്ങേണ്ട കാര്യമില്ല. ഒരു പക്ഷേ നിങ്ങൾ എന്താ പറയുക, അയാൾക്ക് മാനിക്കുക, അയാൾ ഉണ്ടാക്കുന്നത് ചെറിയ വരുമാനമാണെങ്കിലും അതിനൊരു റെസ്പെക്റ്റ് കൊടുക്കുക. അതായത് ആ ഉണ്ടാക്കുന്ന വരുമാനം
ജീവിതത്തിൽ യൂസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് അത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നിങ്ങൾ ചുമ്മാ ഞാനാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഞാനാണ് കുടുംബം ഭരിക്കുന്നത്, അപ്പോൾ ഞാനാണ് കുടുംബത്തിൻ്റെ നാഥ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകാതെ അയാളുണ്ടാക്കുന്നത് ചെറിയ എമൗണ്ട് ആണെങ്കിൽ അതിനെ മാനിക്കുകയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എത്രത്തോളം സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാൻ പറയുകയാണ്. അത് ഇപ്പോൾ ഒരുപാട് ഞാനിപ്പോൾ 18-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് പോലും നിങ്ങൾ പറഞ്ഞേക്കാം. ഇന്നത്തെ കാലത്ത് പല സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഈക്വാലിറ്റി. അതിപ്പോൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ ചോദിച്ചാൽ ഇല്ല. പക്ഷേ പണ്ട് കാലത്തുള്ള മുത്തശ്ശിമാരെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്. അതായത് പണ്ടത്തെ വയസ്സായ സ്ത്രീകളെല്ലാം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താക്കന്മാർ അല്ലെങ്കിൽ ഭർത്താവ്, ഭാര്യ എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക ചട്ടക്കൂടിനകത്ത് എപ്പോഴും ഭാര്യ ഭർത്താവിൻ്റെ പിന്നിലേക്ക് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് നിൽക്കുന്നതാണ് ലൈഫിന് നല്ലതെന്ന് പറയാറുണ്ട്. അതായത് ഭാര്യ എപ്പോഴും ഭർത്താവിൻ്റെ മുകളിൽ കയറാനോ, ഭർത്താവിൻ്റെ മുകളിൽ ആധിപത്യം സ്ഥാപിക്കാനോ, ഭർത്താവിനേക്കാൾ വലിയതായി മാറാനോ, ഫസ്റ്റ് പൊസിഷന് വേണ്ടി ശ്രമിക്കുകയോ, അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ഫാമിലിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി സ്റ്റിയറിംഗ് തിരിക്കാനോ ശ്രമിക്കരുതെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭർത്താവ് എന്ന് പറയുന്നത് മെയിലായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഈഗോയിസ്റ്റിക്കാണ്. അതായത് തൻ്റെ മുകളിൽ ഒരാൾ, അതായത് ഒരു കാട്ടിൽ ഒരു സിംഹം മതി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് കുറച്ച് കൂടുതലുള്ള ഒരാളാണ് പുരുഷൻ. സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പൊതുവെ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെ ഈ ഒരു കാട്ടിലൊരു സിംഹം മതി, അത് ഞാൻ മതി എന്ന് പറയുന്ന അവസ്ഥയിൽ അധികം പേര് ആൾക്കാർ ചിന്തിക്കുന്നുണ്ടോ എന്നറിയില്ല. പക്ഷേ അവർ ഈക്വാലിറ്റിയാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ആ ഈക്വാലിറ്റി എന്ന് പറയുന്ന സാധനത്തിന് ഇങ്ങനെ ഒരു കുറച്ച് നെഗറ്റീവ് വശം കൂടി ഉണ്ട്. കാരണം ഭർത്താവിന് പ്രയോറിറ്റി കുറച്ച് കൂടുതൽ കിട്ടുന്ന ഫാമിലിയിൽ മാത്രമാണ് സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കൊരു 80-90% നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. എന്നാൽ ഭർത്താവിൻ്റെ മുകളിലേക്ക് ഭാര്യ കയറിയിരിക്കുന്ന ഒരവസ്ഥ, അതിപ്പോൾ ഭർത്താവ് പോരാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ ഭർത്താവ് ഉണ്ടാക്കുന്നത് കമ്മിയാണോ, ഭർത്താവിൻ്റെ സ്കില്ല് കമ്മിയാണോ, ഭർത്താവ് ഉണ്ടാക്കുന്ന വരുമാനം കമ്മിയായിട്ടോ എന്തുകൊണ്ടോ ഭർത്താവിൻ്റെ മുകളിലേക്കാണ് ഒരു ഭാര്യ കയറിയിരിക്കുന്നതെങ്കിൽ ആ ഫാമിലിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. മിക്കവാറും അയാൾ ഒന്നില്ലെങ്കിലും ഒരു മണ്ണുണ്ണിയായിട്ട് ആ വീട്ടിനകത്ത് ഒരു ഭർത്താവ് ഉദ്യോഗമായിട്ടോ അല്ലെങ്കിൽ കുട്ടികളുടെ അച്ഛനായിട്ടോ ചുമ്മാ ജീവിക്കുകയായിരിക്കും. അതൊരു ഹാപ്പി ഫാമിലി എന്ന് പറയാൻ പറ്റുമോ? ഈ സ്ത്രീയുടെ ഇഷ്ടത്തിനകത്ത് ഇങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടായിരിക്കും. ഇതാണോ ഹാപ്പി ഫാമിലി? ഇതല്ല ഹാപ്പി ഫാമിലി. ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞാൽ ആ ഭാര്യയും ഭർത്താവും ഒരേപോലെ ഹാപ്പി ആവണം, അല്ലേ? ഒരേപോലെ ഹാപ്പി ആവണം എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ മുകളിലേക്ക് കയറാനോ ഒപ്പത്തിനൊപ്പം എത്താനോ നിങ്ങൾ ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ എല്ലാവരും കൂടി ഇതിൻ്റെ അടിയിൽ ഒന്ന് കമൻറ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, നിനക്ക് ആണെന്ന് പറയുന്നൊരു വികാരം അല്ലെങ്കിൽ ആണെന്ന് പറയുന്നൊരു ഈഗോ കുറച്ച് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതൊന്നുമല്ല. ഒരുപാട് പഴയ കാലത്ത് മുത്തച്ഛിമാർ പറഞ്ഞിട്ടുള്ള ആ കാര്യത്തിനകത്തൊക്കെ ചെറിയ ചെറിയ കഴമ്പുകളുണ്ട്. നിങ്ങൾ നോക്കുക. അല്ലെങ്കിൽ അതായത് ഈ ഒരു ഈക്വാലിറ്റി കൂടുതൽ വേണം എന്ന് ആഗ്രഹിക്കുന്ന വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇപ്പോൾ എന്താ അവസ്ഥ? അവിടെ ഫാമിലി ഉണ്ടോ? എന്താ അതിൻ്റെ കാരണം? കുറച്ച് വാല്യൂസ്, കുറച്ച് നമ്മൾ അതൊന്ന് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് നിന്ന് പുരുഷനെ നിങ്ങൾ ഫസ്റ്റ് നിന്നോളൂ അല്ലെങ്കിൽ നിങ്ങൾ പ്രയോറിറ്റി എടുത്തോളൂ എന്ന് പറയുന്ന സാഹചര്യത്തിലാണ് ആ കുടുംബം നന്നായിട്ട് പോകുന്നത്. അത് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏത് കുടുംബം എടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും ഹസ്ബൻഡിന് ഫസ്റ്റ് പ്രയോറിറ്റി കിട്ടുന്ന ഫാമിലി ആയിരിക്കും ഹാപ്പി ആയിട്ട് ജീവിച്ച് പോകുന്നുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ ഭാര്യ ഹാപ്പി ആയിരിക്കും, ഭർത്താവും മക്കളൊക്കെ കണക്ക് തന്നെ ആയിരിക്കും, രണ്ട് വഴിക്കോ അല്ലെങ്കിൽ 4 വഴിക്കോ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പറയുന്നത് അപ്പോൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. 5-മതായിട്ട് അയാൾ നിങ്ങളെ വെറുക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് യാചിക്കാതിരിക്കുക. അതായത് അങ്ങേരെ അടുത്ത് പോയിട്ട് കരഞ്ഞ് കാല് പിടിച്ച് അയ്യോ ചേട്ടാ അങ്ങനെ ചെയ്യല്ലേ ആ രീതിയിലേക്ക് നിങ്ങൾ പോകരുത്. അതായത് കരഞ്ഞ് കാല് പിടിക്കാനോ അയാളുടെ സ്നേഹവും അയാളുടെ പരിഗണനയും അയാളുടെ അറ്റൻഷനും അയാളുടെ ആ ഒരു ലവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ അയാളെ കാല് പിടിക്കാൻ പോകരുത്. അതാണ് ഇവിടെ പറയാനുള്ളത്. യാചിച്ച് നേടുന്ന സ്നേഹമൊന്നും നിലനിന്ന് പോകില്ല. അത് ഉള്ളിൽ നിന്ന് തോന്നിയിട്ട് വരേണ്ട ഒരു സാധനമാണ്, അല്ലേ? അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ യാചിക്കാൻ പോകരുത്, അല്ലെങ്കിൽ കരയരുത്, കാല് പിടിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു വ്യക്തിത്വമുണ്ട്, നിങ്ങളുടെ ഒരു ആത്മാഭിമാനം, അത് കളഞ്ഞു കുളിച്ചിട്ട് നിങ്ങൾ കാല് പിടിക്കാൻ വേണ്ടി പോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത് ഭാര്യമാരോടെ. അതുകൊണ്ട് എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരല്പം പക്വത കാണിക്കുക. പക്വത കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അയാളിപ്പോൾ ഇങ്ങനെ വെറുക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറയാം, നിങ്ങളിങ്ങനെ വെറുക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് വഴക്ക് കൂടിയിട്ടാണ് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതെങ്കിൽ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് തന്നെ അറിയാം, അല്ലേ? അതാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലാത്ത അല്ലെങ്കിൽ ഫുൾ ട്രാജഡി ആയിട്ടുള്ള ഒരു ലൈഫാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതല്ലെങ്കിൽ അതാണോ നമ്മൾ ആഗ്രഹിച്ചത് ജീവിച്ച് തുടങ്ങുമ്പോൾ? അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാനാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. അതായത് ഇങ്ങനെ വഴക്ക് കൂടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷവും സമാധാനവും നിങ്ങൾക്കും എനിക്കും ആർക്കും മക്കൾക്കും ഒന്നും കിട്ടില്ല. ഈ ഫാമിലി മൊത്തം ആകെ കുളം തോണ്ടിയ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വെറുക്കുന്നു എന്ന് പറയുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ വഴക്ക് കൂടാൻ വരുന്ന അവസ്ഥ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത്.
ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏതൊരു ബന്ധമാണെങ്കിലും ശരി, അതിപ്പോൾ കുടുംബജീവിതമാണെങ്കിലും ശരി, പ്രണയ ജീവിതമാണെങ്കിലും ശരി, ഇതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ട്ണർ മറ്റൊരു പാർട്ട്ണറെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരാൾക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അല്ലേ. അതായത് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒരു ഫ്രീഡം, ഒരു സ്വാതന്ത്ര്യം കിട്ടണം, ഒരു സ്പേസ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് ഇവരെന്നല്ല, ഏത് മനുഷ്യനാണെങ്കിലും ശരി, ഏത് മൃഗങ്ങളാണെങ്കിലും ശരി, ഏത് ജീവിയാണെങ്കിലും ശരി, ഒരു സ്വാതന്ത്ര്യം, ഒരു ഫ്രീഡം അവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഭർത്താവ് ഇങ്ങനെ പെരുമാറുന്നുണ്ട് എന്ന് കൂടി അറിഞ്ഞിട്ട് ശേഷം നിങ്ങളിപ്പോൾ ആ വ്യക്തിയെ നിങ്ങൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുകയാണ്, ആ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ വെറുപ്പ് കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പോൾ വെറുപ്പ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരല്പം ഫ്രീഡം കൊടുക്കുക. അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തോട്ടെ, അയാൾക്ക് ഇഷ്ടമുള്ള ഹോബീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്തോട്ടെ, അയാൾക്ക് ഇഷ്ടമുള്ള പാഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്തോട്ടെ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ, അതിനു വേണ്ടി വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ വിട്ടുകൊടുക്കണം എന്നല്ല പറഞ്ഞത്. അയാൾക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ എന്ന് വെക്കുക. അയാൾക്കിപ്പോൾ ക്രിക്കറ്റ് കളി കാണാൻ മിഡ് നൈറ്റിൽ ഇരുന്ന് കാണുന്നത് ഇഷ്ടച്ചാൽ കണ്ടോട്ടെ. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ പറയുക, അതായത് ആ രീതിയിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുക. അല്ലാതെ അവിടെ കൺട്രോളിങ് വെച്ച് ആ ഭർത്താവിനെ ഞാൻ നേരാക്കി എടുക്കും, ആ ഭർത്താവിനെ ഞാൻ എൻ്റെ രീതിക്കനുസരിച്ച് മോൾഡ് ചെയ്തെടുക്കും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ പോയാൽ നിങ്ങൾ പരാജയപ്പെടുകയുള്ളൂ. അയാൾ കൂടുതൽ വെറുത്ത് നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ വെറുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലെങ്കിൽ അത് ആ വെറുപ്പിൻ്റെ ആ സിറ്റുവേഷനെ മറികടക്കാൻ നിങ്ങൾ ചെയ്യേണ്ട പണി എന്ന് പറയുന്നത് കൺട്രോൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഏഴാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അയാൾ വഴക്ക് കൂടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ നിങ്ങളെടുത്ത് വെറുപ്പ് കാണിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ടായിരിക്കണം എന്നില്ല. ഏത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രശ്നം കൊണ്ടായിരിക്കില്ല, അയാളുടെ ജോലി പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ അയാളുടെ കൂട്ടുകാരോ, അയാളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പാര വെച്ചിട്ടോ, അല്ലെങ്കിൽ അയാൾക്ക് കിട്ടേണ്ട പ്രൊമോഷൻ അവർ തട്ടിയെടുത്തിട്ടോ, അല്ലെങ്കിൽ വരുമാനം കുറഞ്ഞിട്ടോ, ഇൻക്രിമെൻറ്റ് കിട്ടാതെയോ, സാലറി കുറവായിട്ടോ, അതല്ലെങ്കിൽ അയാളുടെ ബിസിനസ് പരാജയപ്പെട്ടിട്ടോ, അല്ലെങ്കിൽ അയാൾക്കിപ്പോൾ വർക്കുകൾ കിട്ടുന്നില്ല ഫ്രീലാൻസായിട്ട് ചെയ്യുന്ന സമയത്ത്, എന്തോ ആയിക്കോട്ടെ റീസൺസ്, അയാളുടെ പ്രൊഫഷണൽ മേഖലയിലുള്ള ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം അയാൾക്ക് ആ മനസ്സിന് ഒരു സ്ട്രെസ്സ്, ആങ്സൈറ്റി എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, ഡിപ്രഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു അവസ്ഥയിലേക്കൊക്കെ പോകുന്ന സാഹചര്യങ്ങളിൽ മിക്കവാറും അവരുടെ മനസ്സ് ആകെ കലുഷിതമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ദേഷ്യം, വെറുപ്പ്, എല്ലാറ്റിനോടും ഒരു അറപ്പും ദേഷ്യം വെറുപ്പൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ സാഹചര്യത്തിലാണോ നിങ്ങളുടെ ഭർത്താവ് ഇരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഇത് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ പരമാവധി ഒന്ന് സൈലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. നിങ്ങളെ വഴക്ക് പറഞ്ഞെങ്കിൽ നിങ്ങളൊരല്പം സൈലൻ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭർത്താവ് തന്നെ വന്നിട്ട് നിങ്ങളെടുത്ത് ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെടുത്ത് വന്ന് സോറി പറഞ്ഞിരിക്കും, ക്ഷമ ചോദിച്ചിരിക്കും. ഞാൻ അപ്പത്തെ ഒരു ആവശ്യത്തിൽ ഞാൻ ആ ഓഫീസിലുള്ള ടെൻഷൻ കൊണ്ട് അറിയാതെ പറഞ്ഞു പോയതാട്ടോ മോളെ, ക്ഷമിക്കട്ടോ എന്ന് പറഞ്ഞിട്ട് നിങ്ങളടുത്തേക്ക് വരും. ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ള ഒരു നല്ല വ്യക്തിയാണ്, ഒരു മാന്യനാണെങ്കിൽ ആ പുരുഷനച്ഛൻ അയാൾ വന്ന് സോറി പറഞ്ഞിരിക്കും. കാരണം അയാൾ നിങ്ങളൊന്നും ചെയ്യാതെ നിങ്ങളെടുത്ത് വഴക്ക് കൂടിയതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യാതെ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രശ്നം ഇല്ലാതെ നിങ്ങളെടുത്ത് ചുമ്മാ വഴക്കിന് വന്നതാണ്, നിങ്ങളെ ചുമ്മാ വെറുക്കുന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിയതാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ തന്നെ വന്ന് മാപ്പ് പറയും എന്നുള്ളതാണ്. ഭർത്താവിന് നിങ്ങളോട് ദേഷ്യമാണ് അല്ലെങ്കിൽ വെറുപ്പാണെന്ന് പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം, ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ 6-7 പോയിൻറ്റ്സിലൂടെ 6-7 ടെക്നിക്കിലൂടെ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്തത്. ഇതല്ലാതെ ഇങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാൻ വേറെ എന്തെങ്കിലും വഴികൾ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.